നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. രാവിലത്തെ ഇഡ്ഡലി ബാക്കി വന്നു എന്ന് കരുതി ഇനി നമ്മൾ വിഷമിക്കേണ്ട ഓരോ ആവശ്യവുമില്ല. അതുകൊണ്ട് വളരെ രുചികരമായ ബോണ്ട തയ്യാറാക്കാം. 2 ഇഡ്ഡലി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-12 ബോണ്ട തയ്യാറാക്കാം. ഞാനിവിടെ ബോണ്ട തയ്യാറാക്കുന്നതിനായി 2 ഇഡ്ഡലിയാണ് എടുത്തത്. ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് നല്ലതുപോലെ ഞെവിടി നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഇത് കുഴച്ചെടുക്കണം. ഇത് ഇളം ചൂട് പാലിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് കുഴച്ചെടുക്കുന്നതിന് ഏകദേശം 1/4 കപ്പ് പാലാണ് വേണ്ടിവരിക. ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ ഒരു സവാള, അല്പം വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില എന്നിവ ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി എന്നിവ കൂടി ചേർക്കണം. ഇതിനകത്ത് വെളുത്തുള്ളി ഓപ്ഷണലാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവിട്ട് ഓരോ ബോണ്ടയും തയ്യാറാക്കി എടുക്കാം. ഇത് തയ്യാറാക്കുന്നതിന് കുറച്ച് എണ്ണ മതി. ഇതധികം എണ്ണ കുടിക്കുന്ന ഒരു പലഹാരമല്ല. രാവിലത്തെ ഇഡ്ഡലിയൊക്കെ ബാക്കി വരികയാണെങ്കിൽ വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് ഇതുപോലെ ഒരു പലഹാരം തയ്യാറാക്കാം. ഇതിപ്പോൾ ഒരു വശമൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഇത് ഇഡ്ഡലി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ബോണ്ടയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാകും. ഇത് 2 വശവും മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇഡ്ഡലി കഴിക്കാത്ത കുട്ടികളെ നമുക്ക് ഈ രീതിയിൽ ഇഡ്ഡലി കഴിപ്പിക്കാൻ കഴിയും. ബാക്കിയുള്ള ബോണ്ടകൾ നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.